നമസ്കാരം. പ്രധാന വാർത്തകൾ. സഹനത്തിന്റെയും സമരത്തിന്റെയും പോരാട്ട സ്മരണകളുമായി ബുധനാഴ്ച രാജ്യം 66ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. നാടെങ്ങും വിപുലമായ ഒരുക്കങ്ങൾ. ഓണം റംസാൻ തിരക്കിനിടെ പട്ടാമ്പിയിലും ചെറുപ്പളശ്ശേരിയിലും ഒറ്റപ്പാലത്തും വിൽപ്പന നികുതി വിഭാഗം ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധന. പ്രതിഷേധവുമായി വ്യാപാരികൾ. അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്നവർക്ക് റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളായി ചില ക്യാമ്പസുകൾ മാറുന്നുവെന്ന് MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി PP അഷ്റഫ് അലി. ഇത്തരം വിദ്യാർത്ഥികളാണ് ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചുവിടുന്നതെന്നും അഷ്റഫ് അലി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം K ജയദേവൻ. ചെറുപ്പശ്ശേരിയിൽ മാലിന്യം നീക്കാൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും രംഗത്ത്. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയാൽ കർശന നടപടി. വ്രതനിഷ്ഠയുടെ പുണ്യവുമായി റംസാൻ അവസാന നാളുകളിലേക്ക്. റിലീഫ് വിതരണം സജീവം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സത്യവും സഹനവും സമരായുധങ്ങളാക്കി ഒരു ജനത സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതത്തിലേക്ക് ഉണർന്നതിന്റെ 65ാം വാർഷികം രാജ്യം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി നാടെങ്ങും ആഗസ്റ്റ് 15ന്റെ ലഹരിയിലാണ്. 300-ലധികം നാട്ടുരാജ്യങ്ങൾ, നിരവധി ഭാഷകളും സംസ്കാരങ്ങളും, ദാരിദ്ര്യവും വർഗീയ കലാപങ്ങളും ഇന്ത്യയുടെ മണ്ണിൽ മുടിയഴിച്ചിട്ടാടി. പട്ടിണി മരണങ്ങളുടെ ദീനരോധനങ്ങൾ ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. എല്ലാം മുതലെടുത്ത് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഇതിനിടയിലെപ്പോഴോ ജനിച്ച നാട്ടിൽ സ്വാതന്ത്ര്യം വേണമെന്ന വികാരം ഉയർന്നുവന്നു. പിന്നീട് സത്യവും സഹനവും സമരായുധങ്ങളാക്കി സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിരവധി ഐതിഹാസിക സമരങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. ഒടുവിൽ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി നാഴികമണി 12 അടിച്ചപ്പോൾ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതത്തിലേക്ക് ഉണർന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടയാളമായ യൂണിയൻ ജാക്ക് പതാക ഇന്ത്യയുടെ മണ്ണിൽ കൊടിയിറങ്ങി. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയരത്തിൽ പാറിക്കളിച്ചു. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യത്ത് അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നാം സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതത്തിലേക്ക് ഉണരുകയാണ്. ഇന്ത്യയെ സേവിക്കുകയെന്നാൽ അതർത്ഥമാക്കുന്നത് ഇവിടുത്തെ ദശലക്ഷക്കണക്കിന് പാവങ്ങളെ സേവിക്കുകയെന്നതാണ്. കിതച്ചും കുതിച്ചും മുന്നേറിയ സ്വാതന്ത്ര്യലബ്ധിയുടെ 64 വർഷങ്ങൾ. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ മഹാത്മാഗാന്ധി, മോത്തിലാൽ നെഹ്റു, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, CF ആൻഡ്രൂസ്, സർദാർ വല്ലഭഭായ് പട്ടേൽ, ഭഗത് സിംഗ്, ഡോക്ടർ BR അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് മിഡ്നാപൂരിൽ കോൺഗ്രസ് പതാക ഉയർത്തുമ്പോൾ വെടിയേറ്റ് മരിച്ച മാതങ്കിനി എന്ന 78 വയസ്സുകാരി വൃദ്ധ. ആസാമിലെ ഗോഹാപൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ദേഹമാസകലം വെടിയേറ്റിട്ടും ത്രിവർണ്ണ പതാക ഉയർത്തി പിടഞ്ഞു വീണ കനകലത. സ്വാതന്ത്ര്യത്തിന്റെ ബലിവേദിയിലേക്ക് ഓടിക്കയറുമ്പോൾ ചരിത്രത്തിൽ പേര് പോലും രേഖപ്പെടുത്താതെ കടന്നുപോയ 10,000-കണക്കിന് ധീരദേശാഭിമാനികൾ. വർത്തമാന ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ വർഗീയ കലാപത്തിന്റെയും ഭീകരവാദത്തിന്റെയും യന്ത്രത്തോക്കുകൾ മുരളുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആത്മാക്കൾ മോക്ഷം കിട്ടാതെ അലയുന്നുണ്ടാകുമോ? സ്വാതന്ത്ര്യ സമര സേനാനിയായ പുലാമന്തോൾ പഴയതൊടി KM ബാപ്പുട്ടി എന്ന റിട്ടയേർഡ് അധ്യാപകന് സ്വാതന്ത്ര്യ സമരം ഇന്നും വീര്യവും ആവേശവും ഉയർത്തുന്ന ഓർമ്മകളാണ്. പാലൂർ AMLP സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപകനായി വിരമിച്ച ബാപ്പുട്ടി എന്ന സ്വാതന്ത്ര്യ സമര സേനാനിക്ക് 97ാം വയസ്സിലും ഇതെല്ലാം ആവേശം സമ്മാനിക്കുന്ന അനുഭവങ്ങളാണ്. ബുധനാഴ്ച ദില്ലിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ക്ഷണിച്ചിരുന്നുവെങ്കിലും വാർദ്ധക്യമായ വിഷമതകൾ കാരണം ബാപ്പുട്ടി മാസ്റ്റർക്ക് ദില്ലിക്ക് പോകാനായില്ല. 15ാമത്തെ വയസ്സിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെടാൻ തുടങ്ങിയ ബാപ്പുട്ടി മാസ്റ്ററുടെ മനസ്സിൽ 97ാം വയസ്സിലും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിസ്മരിക്കാനാവാത്ത ഒട്ടേറെ മുഹൂർത്തങ്ങളാണ് ഓർമ്മിച്ചെടുക്കാനുള്ളത്. 1930 മുതൽ വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ സമരം തുടങ്ങിയ ഒട്ടേറെ സമരങ്ങളിലെല്ലാം KM ബാപ്പുട്ടി എന്ന റിട്ടയർഡ് അധ്യാപകന്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. 1934 ഹരിജനോദ്ധാരണ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിലും ഉത്തരവാദിത്വ ഭരണത്തിനായി AKGയുടെയും പട്ടംതാണിപ്പിള്ളയുടെയും നേതൃത്വത്തിൽ നടന്ന ജാഥയിലും ബാപ്പുട്ടി മാസ്റ്റർ അംഗമായിരുന്നു. രാജ്യദ്രോഹിയായി മുദ്രകുത്തി 1941 CI വർഗീസിന്റെയും SIH ബംഗരാജിന്റെയും നേതൃത്വത്തിലെത്തിയ പോലീസ് ബാപ്പുട്ടി മാസ്റ്ററെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് പെരിന്തൽമണ്ണ സബ് ജയിലിൽ റിമാൻഡിലും വെല്ലൂർ ജയിലിൽ 1 വർഷം തടവിലുമായിരുന്നു ബാപ്പുട്ടി മാസ്റ്റർ. ദേശീയ നേതാക്കളിൽ പ്രമുഖരായ പല നേതാക്കളും തന്നോടൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്നതായി ബാപ്പുട്ടി മാസ്റ്റർ അഭിമാനത്തോടെ ഇന്നും ഓർക്കുന്നു. സമകാലീന രാഷ്ട്രീയക്കാർക്കും സമൂഹത്തിനും ദേശസ്നേഹത്തിന്റെ ആത്മാർത്ഥതയുണ്ടോ എന്നാണ് ദേശസ്നേഹമുള്ള നിറഞ്ഞ മനസ്സോടെ ബാപ്പുട്ടി മാസ്റ്റർ ചോദിക്കുന്നത്.
പുതിയ തലമുറ അന്നുള്ളവർ ഒക്കെ റെഡിയായിരുന്നു. ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് എന്താ അറിയോ? എന്റെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ അറിയോ? ചെറിയ ആൾക്കാരത് ശരിയാവണില്ല. പിന്നെ ഈ പഴയ തലമുറ ചെയ്തതിന് പുതിയ തലമുറക്ക് നിശ്ചയം ഉണ്ടാവില്ല അനുഭവിച്ചത്. നിങ്ങൾക്ക് നിശ്ചയമുണ്ട് പണ്ട് എന്താ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം നടത്തിയിരുന്നെന്ന്. ആനമങ്ങാറ്റം അടിച്ചിട്ട് പഞ്ചറാക്കിയിരുന്നു. പാലൂർ AMLP സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപകനായി 1969 ബാപ്പുട്ടി മാസ്റ്റർ വിരമിച്ചത്. 2003 ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ദില്ലിയിൽ വെച്ച് ബാപ്പുട്ടി മാസ്റ്ററെ ആദരിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ദേശീയ തലത്തിലുള്ള ആദ്യ അംഗീകാരമായിരുന്നു അത്. ബുധനാഴ്ച ദില്ലിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനും രാഷ്ട്രപതി ബാപ്പുട്ടി മാസ്റ്ററെ ക്ഷണിച്ചിരുന്നു. വാർദ്ധക്യ സഹജമായ വിഷമതകൾ കാരണം ബാപ്പുട്ടി മാസ്റ്റർക്ക് ദില്ലിക്ക് പോകാനായില്ല. പ്രായാധിക്യത്തിന്റെ അവശതകൾ അലട്ടുന്നുണ്ടെങ്കിലും ഈ സ്വാതന്ത്ര്യ സമരസേനാനിയുടെ മനസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളാണ്. രാജ്യത്തിന്റെ 66ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും സ്വാതന്ത്ര്യ സമര സേനാനി കാർലമണ്ണ സുകുമാരേട്ടന് പറയാനുള്ളത് നിരാശയുടെ കഥകൾ മാത്രം. സ്വാതന്ത്ര്യദിനം വെറും ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് ചെയ്യുന്നതെന്നും സുകുമാരേട്ടൻ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയല്ല തങ്ങളന്ന് സ്വപ്നം കണ്ടിരുന്നതെന്ന് സ്വാതന്ത്ര്യ സമര സേനാനി കാർലമണ്ണ സുകുമാരേട്ടൻ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു രാജ്യമല്ല നമ്മൾ സ്വപ്നം കണ്ടിരുന്നത്. ഇതിനേക്കാൾ സുന്ദരമായ സൗകര്യപ്രദമായ ഒരു രാഷ്ട്ര സ്വതന്ത്ര രാജ്യത്താണ് കഴിഞ്ഞിട്ടത് തന്നെയാണ് ഈ ഞങ്ങളുടെ എല്ലാം മനസ്സിലായി. അത് അങ്ങനെയല്ല പോകണമെന്നുള്ളത് ദുഃഖവും ശവമൊക്കെ ഉണ്ട്. ഇതാക്കുന്നു. കാരണം പൊതുവേ നമ്മൾ ഈ കോടിക്കണക്കിന് ജനങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് വലിയ വിഭാഗം ജനങ്ങൾ ഇന്നും വളരെയധികം ദാരിദ്ര്യത്തിലാണ് പല ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഒരു ജനങ്ങളുടെ അല്ല സ്വതന്ത്രത്തിൽ വന്നിരുന്നായിരുന്നു നമ്മൾ സ്വപ്നം. ഏറ്റവും അധികമിച്ച് പീഡനം തുടങ്ങിയത് സോവിയറ്റ് യൂണിയനിൽ ഞാൻ 6 മാസം താമസിച്ചിട്ടുണ്ടായി. അവിടെ നല്ല രീതിയിലാണ് പെരുമാറുമൊക്കെ ജീവിക്കുന്നത്. പിന്നെ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഇത്ര 6 മാസം ഉണ്ടായില്ല സോവിയറ്റ് യൂണിയനിൽ ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചില്ല ജീവിതത്തിൽ. അതൊക്കെ പോകാറുണ്ട്. ഇന്നത്തെ ഇന്ത്യയെ നോക്കിക്കാണുമ്പോൾ താൻ നിരാശനാണ്. 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സ്വാതന്ത്ര്യം ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. പകുതിയിലധികം ജനങ്ങളുടെയും ജീവിതം പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞതാണെന്നും ഇതെല്ലാം കാണുമ്പോൾ തനിക്ക് കടുത്ത നിരാശയാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് കുടുംബപരമായി കിട്ടിയ സ്വത്തുവകകൾ പാവപ്പെട്ടവർക്ക് നൽകിയതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും ഈ 86 വയസ്സുള്ള സ്വാതന്ത്ര്യ സമര സേനാനി പറഞ്ഞു. തന്റെ ജീവിതത്തിൽ സോവിയറ്റ് യൂണിയനിൽ 6 മാസം താമസിച്ചതും അവിടുത്തെ നേതാക്കൾക്കിടയിൽ പ്രസംഗം നടത്തിയതും ഇന്നും മായാത്ത ഓർമ്മയാണെന്നും സുകുമാരേട്ടൻ പറഞ്ഞു. രാജ്യം 66ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് 1921 വാഗൺ ട്രാജഡി. വാഗൺ ദുരന്തത്തിൽ മരിച്ച 70 പേരിൽ 41 പേരും പെരിന്തൽമണ്ണ പുലാമന്തോൾ പഞ്ചായത്തിൽപ്പെട്ടവരായിരുന്നു. വാഗൺ ട്രാജഡി രക്തസാക്ഷികളെ സ്മരിക്കാൻ കരുവമ്പലത്ത് വാഗൺ ട്രാജഡി സ്മാരകം തന്നെയുണ്ട്. പെരിന്തൽമണ്ണ ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ അവിസ്മരണീയമായ സമരങ്ങളിൽ ഒന്നാണ് 1921 വാഗൺ ട്രാജഡി. 1921 നവംബർ 19 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചരക്കു വാഗണിൽ ബ്രിട്ടീഷ് പട്ടാളക്കാർ കുത്തിനിറച്ചു കൊണ്ടുപോയതിനെ തുടർന്ന് മരണമടഞ്ഞത് 70 പേരാണ്. വാഗൺ ദുരന്തത്തിൽ മരണപ്പെട്ട 70 പേരിൽ 41 പേരും പുലാമന്തോൾ പഞ്ചായത്തിൽ ഉള്ളവരായിരുന്നു. കുരുവമ്പലം വില്ലേജിൽ നിന്നും മാത്രം 35 പേർ വാഗൺ ദുരന്തത്തിൽ രക്തസാക്ഷികളായി. 1921 നവംബർ 19 വാഗൺ ദുരന്തത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മർദ്ദനമേറ്റ് മരണമടഞ്ഞവരുടെ സ്മരണക്കായി കുരുവമ്പലത്ത് വാഗൺ ട്രാജഡി സ്മാരകവും ഉണ്ട്. ഇവരുടെ സ്മരണകൾ നിലനിർത്തുന്നതിന് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വാഗൺ ട്രാജഡി സ്മാരക സമിതിയാണ് കുരുവമ്പലത്ത് വാഗൺ ട്രാജഡി സ്മാരകം നിർമ്മിച്ചത്. വാഗൺ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ സ്മരണ നിലനിർത്തുന്നതിനോടൊപ്പം ഇവരെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് വാഗൺ ട്രാജഡി സ്മാരക സമിതിയുടെ ലക്ഷ്യം. വരും തലമുറക്ക് പകർന്നു കൊടുക്കാനും ഈ മറന്നുപോയ ചരിത്രം പുനർജീവിപ്പിക്കാനും ആവശ്യമായ ഒരു ശ്രമം നടത്തുകയുണ്ടായി. അങ്ങനെയാണ് കുരുവമ്പലം ആസ്ഥാനമായി വാഗൺ ട്രാജഡി സ്മാരക സമിതി എന്ന പേരിൽ ഒരു സമിതി രൂപീകരിച്ച് ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ കുറച്ച് സ്ഥലം ഇതിനാവശ്യമായിട്ട്
നിയമയുദ്ധം നടത്തി തന്നെ നമുക്ക് അനുവദിച്ചു കിട്ടുകയും അതിനുശേഷം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒക്കെ സഹായത്തോടുകൂടെ വാഗൺ ട്രാജഡി സ്മാരക മന്ദിരം, ലൈബ്രറി സൗകര്യത്തോടു കൂടിയ ഒരു സ്മാരക മന്ദിരം കുരുവമ്പലത്ത് പണിതീർക്കാനും നമുക്ക് സാധിച്ചു. ഇന്ന് എന്തായിരുന്നാലും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലും അതുപോലെ തന്നെ ഇത്തരം വേദികളിലെല്ലാം കുരുവമ്പലവും പ്രതിപാദിക്കപ്പെടുന്നു എന്നുള്ളത് ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദകരമാണ്, അഭിമാനകരമായ ഒരു കാര്യമായിട്ട് കാണുന്നു. വാഗൺ ദുരന്തത്തിൽ മരണപ്പെട്ട 70 ആളുകളുടെയും പേരുകളും വാഗൺ ട്രാജഡി സ്മാരകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിക്കുന്നതിൽ കുരുവമ്പലം, വളപുരം ഭാഗങ്ങളെ മതപണ്ഡിതരും സൂഫി വര്യന്മാരും നേതൃത്വം നൽകിയിരുന്നു. അക്കാലത്ത് സൂഫി വര്യനായിരുന്ന കുഞ്ഞുണ്ണി മുസ്ലിയാരെ ബ്രിട്ടീഷ് പട്ടാളക്കാർ അറസ്റ്റ് ചെയ്ത് പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുപോവുകയും അറസ്റ്റ് ചെയ്തത് അറിഞ്ഞു ഒരു കൂട്ടം യുവാക്കൾ എത്തി കുഞ്ഞുണ്ണി മുസ്ലിയാരെ മോചിപ്പിക്കുകയും ചെയ്തു. മുസ്ലിയാരെ മോചിപ്പിച്ചവരെ പീരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വാഗണിൽ കുത്തിനിറച്ചു കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. കോയമ്പത്തൂരിൽ എത്തുന്നതിന് മുമ്പ് വാഗൺ പോത്തന്നൂരിൽ എത്തിയ സമയം തുറന്നു നോക്കിയപ്പോൾ വാഗണിൽ ഉണ്ടായിരുന്ന 70 പേരും ദാരുണമായി മരണമടഞ്ഞിരുന്നു. ഈ സംഭവത്തോടെ ഇവർ നടത്തിയ പോരാട്ടങ്ങൾക്കും സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്കാണുള്ളത്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർമ്മിക്കുന്നതിനായി 2005 കുരുവമ്പലത്ത് വാഗൺ ട്രാജഡി സ്മാരക മന്ദിരം നിർമ്മിച്ചത്. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പട്ടാമ്പി ആമയൂർ സ്വദേശി സിദ്ദീഖും തിരക്കിലാണ്. കഴിഞ്ഞ 30 വർഷമായി ദേശീയ പതാക തയ്ച്ചു വിൽക്കുന്ന ആളാണ് സിദ്ദീഖ്. റെഡിമെയ്ഡ് ദേശീയ പതാകകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണെങ്കിലും സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവുമെല്ലാം എത്തുമ്പോൾ പട്ടാമ്പിക്കാർ ആദ്യം ഓടിയെത്തുക സിദ്ദീഖിന്റെ അടുത്താണ്. കഴിഞ്ഞ 30 വർഷത്തോളമായി പട്ടാമ്പിയിൽ ദേശീയ പതാക തയ്ച്ച് വിൽപ്പന നടത്തിവരുന്ന ആളാണ് ആമയൂർ സ്വദേശിയായ സിദ്ദീഖ്. കോട്ടൺ, പോളിസ്റ്റർ തുണികളിലാണ് സിദ്ദീഖ് ദേശീയ പതാകകൾ തയ്ക്കുന്നത്. പതാകയിൽ അശോകചക്രം വരയ്ക്കുന്നതും സിദ്ദീഖ് തന്നെ. സ്വാതന്ത്ര്യദിനം എത്തുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ സിദ്ദീഖ് ഒരുക്കങ്ങൾ തുടങ്ങും. വലുപ്പത്തിനനുസരിച്ച് 5 രൂപ മുതൽ 250 രൂപ വരെയുള്ള ദേശീയ പതാകകൾ സിദ്ദീഖ് തയ്ച്ചു നൽകുന്നു. നല്ല വിൽപ്പനയാണ് തനിക്ക് കിട്ടുന്നതെന്നും സിദ്ദീഖ് പറഞ്ഞു. ചെറുപ്പം മുതൽക്കുള്ള ഒരു ഹോബിയാണ്. അത് പഠിക്കണ കാലത്ത് തന്നെ തുടങ്ങിയ ഒരു ഇതാണ്. അത് സീസൺ ആകുമ്പോൾ ഇത് വരുമ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ടൈമാണ്ട് ഇറങ്ങും. എല്ലാ രാഷ്ട്രീയക്കാരുടെ കൊടിയും വേൾഡ് കപ്പിൻ്റെ കൊടിയും എല്ലാ രാഷ്ട്രങ്ങളുടെ കൊടിയൊക്കെ അടിച്ചു കൊടുക്കും. നമ്മൾ ഓർഡർ പ്രകാരം എല്ലാ കൊടിയും അടിച്ചു കൊടുക്കാറുണ്ട്. കൊടി ഏറ്റവും നമ്മൾ ചെയ്യുന്നത് 5 രൂപ മുതലേക്ക് 230 വരെയുള്ള വലിയ സൈസ് കൊടികൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഓർഡർ പ്രകാരം റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള ഭയങ്കര വലിയ കൊടികൾ 400-500 രൂപയൊക്കെ വലിയ കൊടികളൊക്കെ അടിച്ചു കൊടുക്കും. ആഗസ്റ്റ് മാസം ഒരു സജീവമാണ്. അത് എല്ലാ വർഷവും സജീവമായിട്ട് ചെയ്യാറുണ്ട്. ലോകകപ്പ്, യൂറോ കപ്പ് ഫുട്ബോൾ സമയത്തും സിദ്ദീഖ് വിവിധ രാജ്യങ്ങളുടെ പതാകകൾ തയ്ച്ച് വിൽക്കാറുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും ആവശ്യക്കാർക്ക് തയ്ച്ചു നൽകും. എന്നാൽ നല്ല കച്ചവടം കിട്ടുന്നത് സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും വരുമ്പോൾ തന്നെയാണെന്ന് സിദ്ദീഖ് പറയുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പിയിൽ വിൽപ്പന നികുതി വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ പരിശോധന പ്രതിഷേധത്തിന് ഇടയാക്കി. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത്. ചെറുപ്പശ്ശേരിയിലും ഒറ്റപ്പാലത്തും പരിശോധന നടന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പട്ടാമ്പിയിലെ പ്രമുഖ ഇലക്ട്രിക് വ്യാപാര സ്ഥാപനമായ മെൽക്കോ ഇലക്ട്രിക്കൽ സൂപ്പർമാർക്കറ്റിൽ വിൽപ്പന നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത്. വിവരമറിഞ്ഞ വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. പലരും കടകൾ അടച്ചിടുകയും ചെയ്തു. ഓണം, റംസാൻ കച്ചവട തിരക്കിനിടെ പരിശോധനയ്ക്ക് എത്തിയതാണ് വ്യാപാരികളിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. 2.5 മണിക്കൂറോളം ഉദ്യോഗസ്ഥർ കടയിൽ പരിശോധന തുടർന്നു. പട്ടാമ്പി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി, ചേംബർ ഓഫ് കൊമേഴ്സ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടിൽ നിന്നും ഉദ്യോഗസ്ഥർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ ടൗണിൽ പ്രകടനവും നടത്തി. ഇതേസമയം തന്നെ മെൽക്കോ ഗ്രൂപ്പിന്റെ ചെർപ്പളശ്ശേരി, ഒറ്റപ്പാലം ഷോറൂമുകളിലും പരിശോധന നടന്നു. അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്നവർക്ക് റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളായി ചില ക്യാമ്പസുകൾ മാറുന്നുവെന്ന് MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അഷ്റഫ് അലി പറഞ്ഞു. ഇത്തരം വിദ്യാർത്ഥികളാണ് ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചുവിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. MSF നടത്തുന്ന ക്യാമ്പസ് റെയ്ഡിന് MES കോളേജിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വക്താക്കളായി അറിയപ്പെടുന്ന ആളുകൾക്ക് അവർക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി കേരളത്തിലെ ചില ക്യാമ്പസുകളെങ്കിലും മാറുന്നുണ്ട്. ആ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ടായിട്ട് മാത്രമല്ല, അവിടെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, SFI പോലെയുള്ള ആളുകൾ അവരുടെ അധീശത്വം നിലനിർത്തുന്നതിന് വേണ്ടി ക്യാമ്പസുകളിലെ ജനാധിപത്യത്തെ ഇല്ലാതെയാക്കി അക്രമത്തിലൂടെ ക്യാമ്പസുകൾ കീഴ്പ്പെടുത്തുന്ന ചില സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്.
അതിനെതിരെയുള്ള വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പുതിയ സാഹചര്യമാണിത്. നവസമൂഹത്തിന് ധീരമായ കാൽവെപ്പ് എന്ന സന്ദേശവുമായി MSF സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ക്യാമ്പസ് റെയ്ഡിനാണ് മണ്ണാർക്കാട് MES കോളേജിൽ സ്വീകരണം നൽകിയത്. N. ശംസുദ്ദീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഫായിസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കൊൽക്കളത്തിൽ, NK ഹസൻ, P. നവാസ്, റഷീദ് ആലായൻ തുടങ്ങിയവരും സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയദേവൻ അറിയിച്ചു. യൂണിറ്റിന് മാത്രം 50 ലക്ഷം രൂപ നീക്കിവെച്ചതായും K. ജയദേവൻ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത്, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകൾ, തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റ് ആരംഭിക്കുന്നത്. ഇതിനായി ഏകദേശം 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. യൂണിറ്റിന് അനുയോജ്യമായി സ്ഥലം 2 ഇടങ്ങളിലായി കണ്ടുവച്ചിട്ടുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയദേവൻ പറഞ്ഞു. ഈ ത്രിതല പഞ്ചായത്തുകൾക്ക് പുറമെ ശുചിത്വ മിഷന്റെ സഹകരണത്തോടു കൂടിയാണ് യൂണിറ്റ് ആരംഭിക്കുന്നത്. ഈ 8 ഗ്രാമപഞ്ചായത്തുകളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രം സംഭരിച്ച് നിർമ്മാർജ്ജനം ചെയ്യലാണ് യൂണിറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി പൊതുസ്ഥലങ്ങൾ, വീടുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ കൊട്ടകൾ സ്ഥാപിക്കും. കൂടാതെ പ്രത്യേക ഗ്രാമസഭകളിലൂടെയും ബോധവൽക്കരണ പരിപാടികളിലൂടെയും പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. കേവലം പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ലെന്നും മറിച്ച് ബഹുജന വിദ്യാഭ്യാസ പദ്ധതി കൂടിയാണ് ഈ യൂണിറ്റ് നിലവിൽ വരുന്നതോടെ തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും K. ജയദേവൻ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. ഒരു ബഹുജന വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ള നിലയ്ക്കാണ്. കേവലം പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിലുപരിയായി നമ്മുടെ പ്രദേശത്തെ ജനങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ഒരു വലിയ വിദ്യാഭ്യാസം തന്നെ ചെയ്യിക്കുക എന്ന ഒരു പദ്ധതി കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ 2 സ്ഥലങ്ങൾ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ അതിലേതാണോ സൗകര്യപ്രദമായത് ആ സ്ഥലത്ത് ഈ പ്ലാന്റ് തുടങ്ങാനാണ് പരിപാടി. ജനങ്ങളുടെ ആകെ പിന്തുണയോടുകൂടി ഈ പരിപാടി വിജയിപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ഒരു 1-2 മാസത്തിനകം ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ബൃഹത്തായ പ്രോജക്റ്റാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എല്ലാ ജനങ്ങളുടെയും ഈ പഞ്ചായത്തുകളിലെ എല്ലാ ജനങ്ങളുടെയും വലിയ പിന്തുണ, സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി വിജയിപ്പിക്കാൻ കഴിയൂ. 2012-2013 സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓരോ ഗ്രാമപഞ്ചായത്തും 2 ലക്ഷം രൂപ ഇതിനായി നീക്കിവച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന തുക ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ 8 ഗ്രാമപഞ്ചായത്തുകളിലെയും നിവാസികളുടെ പൂർണ്ണ പിന്തുണ ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുണ്ടെന്നും ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുമെന്നും K. ജയദേവൻ പറഞ്ഞു. ചെറുപ്പശ്ശേരിയിൽ വിവിധ സ്ഥലങ്ങളിൽ കുമിഞ്ഞുകൂടിയ മാലിന്യം ആരോഗ്യവകുപ്പും പഞ്ചായത്തും ചേർന്ന് നീക്കം ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. മഴക്കാല രോഗ നിവാരണത്തിന്റെ ഭാഗമായാണ് ചെറുപ്പശ്ശേരിയിൽ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യമാണ് ആരോഗ്യവകുപ്പും പഞ്ചായത്തും ചേർന്ന് നീക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരം, ഒറ്റപ്പാലം റോഡ് എന്നിവിടങ്ങളിലാണ് ചൊവ്വാഴ്ച ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. പൊതുസ്ഥലങ്ങളിൽ അലക്ഷ്യമായി മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ശങ്കരനാരായണൻ പറഞ്ഞു. BPL കുടുംബങ്ങൾക്ക് മാവേലി സ്റ്റോറുകൾ വഴിയുള്ള ഓണക്കിറ്റ് വിതരണം പട്ടാമ്പിയിൽ തുടങ്ങി. CP മുഹമ്മദ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. അരി, പഞ്ചസാര, മുളക്, ചായപ്പൊടി തുടങ്ങിയവ അടങ്ങുന്ന ഓണക്കിറ്റുകളാണ് നൽകുന്നത്. ഈ മാസം 23 വരെ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ റംസാൻ ഓണം റിലീഫ് വിതരണം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് PTS മൂസു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാബു അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷാലിമ ഷൗക്കത്ത്, ട്രഷറർ CPM ഇക്ബാൽ, ജോയിന്റ് സെക്രട്ടറിമാരായ വാര്യർ S. ദാസ്, CP സൈദലവി, അബ്ദുൽ ലത്തീഫ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് KM അച്യുതൻ, യൂത്ത് വിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷൈജൽ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് റംസാൻ ഓണം റിലീഫ് വിതരണം സംഘടിപ്പിച്ചത്. താലൂക്കിലെ തിരഞ്ഞെടുത്ത 567 കുടുംബങ്ങൾക്ക് റംസാൻ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു.
വ്യാപാരി വ്യവസായി സമിതി പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ ഓണം റിലീഫ് വിതരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ സുധാകുമാരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് പി അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ എം മുഹമ്മദ് സലീം, സ്ഥിരം സമിതി ചെയർമാൻ പച്ചീരി ഫാറൂഖ്, CPM ഏരിയ സെക്രട്ടറി NP ഉണ്ണികൃഷ്ണൻ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കാസിം ബാടി, ഏരിയ സെക്രട്ടറി കെ സുബ്രഹ്മണ്യൻ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന റിലീഫ് വിതരണത്തിന്റെ ഭാഗമായാണ് ഇത്തവണയും റംസാൻ ഓണം റിലീഫ് വിതരണം നടത്തിയത്. 200ഓളം കുടുംബങ്ങൾക്ക് വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ ഓണം കിറ്റുകൾ വിതരണം ചെയ്തു. പട്ടാമ്പിയിൽ CH റിലീഫ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ദുബായ് CH സെന്ററും പട്ടാമ്പി CH റിലീഫ് സെന്ററും സംയുക്തമായാണ് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തത്. സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ CH റിലീഫ് സെന്ററിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം റമദാൻ മാസം എന്നുള്ളത് മറ്റുള്ള പാർട്ടി പരിപാടികളൊക്കെ തന്നെയും നമ്മൾ ഒഴിവാക്കി വെച്ചുകൊണ്ട് രാഷ്ട്രീയപരമായ എല്ലാ പ്രവർത്തനങ്ങളും മാറി നിന്നുകൊണ്ട് ഈ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കുറെ പതിറ്റാണ്ടുകളായി ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം. രാഷ്ട്രീയ കക്ഷി നിലയ്ക്ക് ഇത്രയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മറ്റൊരു പാർട്ടിയും ഇവിടെ ലോകത്തെവിടെയും കാണില്ല എന്ന് ഗവേഷകന്മാർ വരെ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനം ഉയർന്നു കഴിഞ്ഞിരിക്കുക. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CAM കരീം അധ്യക്ഷത വഹിച്ചു. CK അബ്ദുള്ള, KT ജബ്ബാർ, KP ബാപ്പുട്ടി, CA സാജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 656 കുടുംബങ്ങൾക്കാണ് പല വ്യഞ്ജനങ്ങൾ അടങ്ങുന്ന റംസാൻ കിറ്റ് വിതരണം ചെയ്തത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിന്റെ രണ്ടാമത് നറുക്കെടുപ്പ് ചൊവ്വാഴ്ച നടന്നു. മുളയങ്കാവിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഓരോ 10 ദിവസം കൂടുമ്പോഴുമാണ് നറുക്കിട്ട് സമ്മാനങ്ങൾ നൽകുന്നത്. ചൊവ്വാഴ്ച മുളയങ്കാവിൽ നടന്ന രണ്ടാമത്തെ നറുക്കെടുപ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസാഖ് ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്തിനനുസരിച്ചുകൊണ്ട് പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് എല്ലാ മേഖലയിലും ഇന്ന് അതിന്റെ സാധ്യതകളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നത്. ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇത് എല്ലാ തലത്തിലുള്ള ആളുകൾക്കും ഒരു പൊതുസമൂഹത്തിനാകെ ഗുണം ചെയ്യണമെന്ന താല്പര്യം നമുക്കൊക്കെ ഓരോരുത്തർക്കുമുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വലിയ താല്പര്യം എന്നുള്ളത് വ്യാപാരി സുഹൃത്തുക്കളെ, വ്യവസായി സുഹൃത്തുക്കളെ അവരുടെ ഒരു കൂട്ടായ്മയോടുകൂടി അവരെ സഹായിക്കുക, മാത്രമല്ല പൊതുജനത്തെയാകെ ഈ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാക്സിമം അവരെ കൂടി സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് ഈ ഒരു വലിയ ഒരു വളരെ വിപുലമായിട്ടുള്ള രൂപത്തിലുള്ള വ്യാപാരോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി മോഹൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MM വിനോദ് കുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് ബാബു കോട്ടയിൽ, ഭാരവാഹികളായ മുസ്തഫ, കുഞ്ഞുമുഹമ്മദ്, O രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 350ഓളം പേർക്കാണ് രണ്ടാം ഘട്ട നറുക്കെടുപ്പിൽ സമ്മാനങ്ങൾ ലഭിച്ചത്. ബമ്പർ സമ്മാനം ഉൾപ്പെടെ 3500ഓളം സമ്മാനങ്ങളാണ് വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സഹനത്തിന്റെയും സമരത്തിന്റെയും പോരാട്ട സ്മരണകളുമായി ബുധനാഴ്ച രാജ്യം 66ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. നാടെങ്ങും വിപുലമായ ഒരുക്കങ്ങൾ. ഓണം റംസാൻ തിരക്കിനിടെ പട്ടാമ്പിയിലും ചെറുപ്പളശ്ശേരിയിലും ഒറ്റപ്പാലത്തും വിൽപ്പന നികുതി വിഭാഗം ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധന. പ്രതിഷേധവുമായി വ്യാപാരികൾ. അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്നവർക്ക് റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളായി ചില ക്യാമ്പസുകൾ മാറുന്നുവെന്ന് MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി PP അഷ്റഫ് അലി. ഇത്തരം വിദ്യാർത്ഥികളാണ് ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചുവിടുന്നതെന്നും അഷ്റഫ് അലി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം K ജയദേവൻ. ചെറുപ്പശ്ശേരിയിൽ മാലിന്യം നീക്കാൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും രംഗത്ത്. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയാൽ കർശന നടപടി. വ്രതനിഷ്ഠയുടെ പുണ്യവുമായി റംസാൻ അവസാന നാളുകളിലേക്ക്. റിലീഫ് വിതരണം സജീവം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.